നമസ്കാരം. പിന്നെ നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരല്ലേ? അധികം ആൾക്കാരും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? ട്രെയിൻ യാത്ര സുഖമാണെന്ന് പറയുന്നു, പക്ഷേ ട്രെയിൻ യാത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരക്കുണ്ടാകാൻ പാടില്ല. നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടാണ്. ബസ് യാത്രയെക്കാളും അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ലത് ട്രെയിനാണ്. കാരണം എന്ന് വെച്ചാൽ ചാട്ടവും മറിച്ചിലൊന്നുമില്ല. ബസ്സാണെങ്കിൽ ഈ കല്ലിലും കട്ടറിലും റോഡിലൊക്കെ ചാടിയിട്ട് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും കണ്ടറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യ ഒരു നട്ടപ്പാടിയിൽ നിന്ന് ഗൂളിക്കടവിൽ ഞാനൊരു ബസ്സിന് കയറി. ഒരു KSRTC ബസ്സാണ്. ആ ബസ്സിന് കയറിയിട്ട് ബസ്സിൻ്റെ നമ്പറൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അവിടുന്ന് ഗൂളിക്കടവ് മുതൽ മണ്ണാർക്കാട് വരെ എടുത്തിട്ട് കുലുക്കി. കാരണം നമ്മൾ കഴിച്ച ഫുള്ള് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനായി, ഛർദ്ദിക്കാനെന്ന പോലെ ആയി. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് കട്ടറ്. അതായത് ഈ വളവും തിരിപ്പോൾ ഭയങ്കര വളവും തിരിവാണ്. അതായത് മുക്കാലിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ചുരമാണ്. ഇവിടെ മണ്ണാർക്കാട് ആനക്കെട്ട് മറ്റേ ആനമൂടി വരെ, ആനമൂടി കഴിയാണ് ചുരം എന്ന് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അതുവരെ ചുരമാണ്. ഈ ചുരം ഫുള്ള് എടുത്തിട്ട്, കാരണം അത്ര സ്പീഡിൽ ഒരു വണ്ടിയും സ്പീഡിൽ അങ്ങനെ വരുന്നില്ല. എന്നിട്ട് ഏത് ഡ്രൈവറാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ വണ്ടി സ്പീഡ് വിടേണ്ടതെന്നൊന്നും പറയുന്നില്ല, വണ്ടി സ്പീഡ് വിടേണ്ട സ്ഥലത്ത് വിടണം. ഈ ചുരം കുരുക്കി ഇങ്ങനെ ഇറങ്ങി ഏറ്റവും കൂടുതൽ യാത്ര ബുദ്ധിമുട്ട് ചുരം ഇറങ്ങി കയറലാണ്. അപ്പോൾ ഈ കയറ്റം കുഴപ്പമില്ല, അങ്ങോട്ട് കയറ്റം കയറി പോകാൻ കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങി വരുന്ന സമയത്ത് ചുരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏത് രീതിയിൽ നമ്മളെ അലസോരപ്പെടുത്തും. കാരണം വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കുരുക്കി നമ്മൾ ഈ ഞാനിതിനിടെ നമ്മളെ അസ്വസ്ഥത ഉണ്ടാകും. പല ആൾക്കാർ അസുഖമുള്ളവരുണ്ടാവും. അതേപോലെ ചിലപ്പം ചില ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ചിലപ്പോൾ കയറാൻ സാധ്യത പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര അലസോരപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള യാത്രയാണ്. ഞാൻ ഇന്നലെ കണ്ടക്ടറോട് ചോദിക്കണമെന്ന് വെച്ചാണ്, എന്തിനാണ് ഇത്ര സ്പീഡിൽ വിടുന്നത് ഈ ഇറക്കത്തൊക്കെ? കാരണം അത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് KSRTC ഓടുന്നത്. KSRTC എന്നില്ല, പ്രൈവറ്റായ കണക്ക് തന്നെയാണ്. പ്രൈവറ്റും KSRTCനെ മാത്രം കുറ്റം പറയുന്നില്ല, പ്രൈവറ്റും ഉണ്ട് ചില വണ്ടികൾ. സ്പീഡ് വിടേണ്ടി നല്ല റോഡിലൊക്കെ വിടാം, കാരണം നമ്മൾ വണ്ടി നോക്കിയാൽ കാണുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ യാത്രക്കാരുടെ അസുഖം ഈ ബുദ്ധിമുട്ട് വേറെ. പിന്നെ വേഗം ഒരു വണ്ടി കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് വണ്ടിയും കാണൂല. എന്നിട്ട് ഈ സ്പീഡിൽ ഇറങ്ങി വരുന്ന വണ്ടി കറക്റ്റ് ഈ വണ്ടി കാണുമ്പോൾ ഒരൊറ്റ ചോക്കാണ്. അങ്ങനെ 1-2 സ്ഥലത്ത് നിന്നതിലുണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചത്ത് കെട്ടി ഈ മല ഈ കയറ്റം ഇറങ്ങി വരുന്ന സമയത്ത്, അതായത് ഈ മുക്കാലിൽ നമ്മളൊരു 10 കിലോമീറ്ററോളം ഉണ്ടാവും ചുരം. ഈ ചുരം ഇറങ്ങി വരുമ്പോൾ ലേശം സ്പീഡ് കുറച്ച് സ്ലോവിൽ പോകുന്നത് പോരാമല്ലോ. അത് കഴിഞ്ഞ് മണ്ണാർക്കാട് മുതൽ പുഞ്ചക്കോട് വരെ, ഇവിടെ ആനമൂടി മുതൽ പുഞ്ചക്കോട് വരെ റോഡ് ഫുള്ള് കട്ടറാണ്. ഒരു കട്ടറിൽ നിന്ന് എടുക്കുന്നത് അടുത്ത ചാടുന്നു, അടുത്തത് നല്ല സ്പീഡാണ്. ഇവിടും ചാടുന്നു, അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. ഇത് ഒരുപാട് ആൾക്കാർക്ക്, സ്ത്രീകൾക്കാണ് കൂടുതലും ഇത് ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് തന്നെ ഇന്നലെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഇറങ്ങിയതിന് ശേഷം, കാരണം അവിടുന്ന് ഈ ബസ്സിൻ്റെ കുരുക്കും ഒക്കെ പാടായിട്ട് ബാത്റൂമിന് പോകാൻ തോന്നുന്നു, മൂത്രം ഒഴിക്കാൻ തോന്നുന്നു, രണ്ടും കൂടി ഒരേപോലെ വന്നു. ഞാൻ മണ്ണാർക്കാട് സ്റ്റാൻഡ് വരെ അങ്ങനെ വന്നു. മണ്ണാർക്കാട് സ്റ്റാൻഡ് എത്തിയപ്പോൾ എനിക്ക് സമ്മതമായതിനായി ഞാൻ അവിടെ ഇറങ്ങി ബാത്റൂമിലേക്ക് പോയതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് ഞാൻ പാലക്കാട്ടേക്കുള്ള യാത്ര തുടങ്ങിയത്. പാലക്കാട്ടേക്ക് ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു. ഇന്ന് മര്യാദ സ്പീഡുണ്ട്, പക്ഷെ നല്ല റോഡായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാരെയും പറഞ്ഞ പോലെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് പോണ ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് പറഞ്ഞ് ഇത് യൂട്യൂബിലൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചു, ഒരു ന്യൂസ് ചെയ്യണമെന്ന് വെച്ചു. കാരണം അങ്ങനെ വരുന്ന വരവിലൊക്കെ അപകടം ഉണ്ടാകാൻ എളുപ്പമാണ്. അതുമാത്രമല്ല, ഇങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ചില ആളുകൾക്ക്. അപ്പോൾ കഴിയുന്നതെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ സ്പീഡ് കുറച്ച് പോവുക. നല്ല ഹൈവേ റോഡ് 1 കിലോമീറ്റർ കൊണ്ട് നമുക്ക് വേറൊരു വണ്ടി നോക്കിയാൽ കാണുന്ന രീതിയിലൊക്കെ നല്ല റോഡാണെന്ന് എൻ്റെ പോകണമെന്ന് കുഴപ്പമൊന്നുമില്ല. പോയിക്കോട്ടെ, സ്പീഡ് വേണം, അത്യാവശ്യത്തിന് സ്പീഡ് വേണം.
എന്നാൽ അത് ഓവറാകാൻ പാടില്ല. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.